31 ലക്ഷം വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടും. നടപ്പിലാകുന്ന പ്രഖ്യാപനങ്ങൾ വെറുതെ പാഴ്വാക്കല്ല, പറഞ്ഞ് നടപ്പിലാകും. അതിന് പറ്റുന്ന കരുത്തനായ മുഖ്യമന്ത്രി ഒരു ടീമും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജഗതി ശ്രീകുമാർ അപകടത്തിൽപ്പെട്ട പാണമ്പ്ര വളവ് മാറി 45 മീറ്റർ വീതിയിൽ ഏറ്റവും ഗംഭീരമായ നാലൂരി ദേശീയപാത കാസർഗോഡ് വരണം. ഞാൻ ഉദാഹരണം മാത്രം യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വളാഞ്ചേരി വട്ടപ്പാറ എല്ലാം മാറി, കെട്ടിടങ്ങൾ എന്തെല്ലാം മാറ്റി. പ്ലസ് ക്ഷേമം 2000 രൂപ ഇനിയും കൂടും. സ്ത്രീകൾക്ക് LDFന്റെ 21 പ്രകടന പത്രികയിൽ പറഞ്ഞ 31 ലക്ഷം വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടും. ചെറിയ ഇമ്പാക്റ്റ് ഇല്ല. ലൈഫ് പദ്ധതി അതെ, ലൈഫിൽ ഇപ്പോൾ 4.25 ലക്ഷമായി. ചെറുപ്പക്കാർക്ക് ഒരു 7 ലക്ഷം ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനം. ഇതെല്ലാം വരും ഈ 2026 തുടക്കത്തിൽ. ഇതെല്ലാം പിന്നെ നടപ്പിലാകുന്ന പ്രഖ്യാപനങ്ങൾ വെറുതെ പാഴ്വാക്കല്ല, പറഞ്ഞ് നടപ്പിലാകും. അതിന് പറ്റുന്ന കരുത്തനായ മുഖ്യമന്ത്രി ഒരു ടീമും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി ഒരു പവർഫുൾ വ്യക്തിയാണ്. എന്താ വിഷയം? അനുഭവങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറല്ലേ കേരളത്തിലെ, മാത്രം ഇന്ത്യയിൽ ഏറ്റവും പ്രധാന ലീഡറല്ലേ. കേരളത്തിന് എപ്പോഴും ഒരു നേതാവ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്. അത് വിഷനല്ലേ. ഏത് പ്രതിസന്ധിയിലും പതറില്ല, തീരുമാനങ്ങൾ എടുക്കാൻ അസാമാന്യമായി കഴിയും. ഭയങ്കരമായിട്ട് പിന്നെ വിഷൻ, വികസനം, ക്ഷേമം, പ്രതിസന്ധികളെ തട്ടിമാറ്റും, എതിർപ്പുകളൊക്കെ പിന്നെ മറികടന്നല്ലോ. ഇത് എളുപ്പമല്ല. ഈ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണണ്ട. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല ഒക്കെ എളുപ്പമല്ലല്ലോ, ചെറിയ കാര്യമല്ല. ഇതെല്ലാം 2050കളിലേക്കുള്ള കരുതി വെക്കലല്ലേ. തീർച്ചയായിട്ടും.